അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല. കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നുമില്ല. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുത്തെ ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു. അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എന്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടി ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്ത്. ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്താൽ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നത്.
അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അവിടുന്ന് അന്നേരം ഞാൻ പോന്നു. വീട്ടിൽ വരുമ്പോ 9 മണിയായി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ആദിയിലെ പോലെ ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ത്രകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ മാതാവ് ഗർഭിണിയവരെ കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നുകൊണ്ട് 3 മാസം വരെ അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി പരമതി വികാരനെ ഈശോയ്ക്ക് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൾ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടമേ. ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നമ്മുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മനോഹരം അന്ത്യോദയാർപ്പിക്കേണ്ട സമയമായി. ഇനി ആർക്കെങ്കിലും കണ്ട് അന്ത്യോദയാർപ്പിക്കാനുള്ള സൗകര്യം ദേവാലയത്തിലും ശുശ്രൂഷയിലും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിക്കാം. ഈ പ്രിയപ്പെട്ട മകന് ആയുസ് നൽകിയ തമ്പുരാന്റെ സന്നിധിയിലേക്ക് തന്നെ മകൻ തിരികെ പോയിരിക്കുകയാണല്ലോ. പ്രിയപ്പെട്ട ഈ മകനെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ മകനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കുക. നമുക്കെല്ലാവർക്കും ജീവൻ നൽകുന്നതും ആയുസ് നൽകുന്നതും ദൈവമാണല്ലോ. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഈ പ്രിയപ്പെട്ട മകനെ ദൈവമാണ് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അവൻ നിത്യസമ്മാനം നൽകുവാനായിട്ടാണ് ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്രകാരം നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സമാശ്വാസം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ പ്രിയപ്പെട്ട അനുവിന്റെ മാതാപിതാക്കള് അനുഭവിക്കുന്ന വേദന നമുക്കാർക്ക് ഊഹിക്കാനോ വർണ്ണിക്കുവാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുമിത്രാദികളെല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിലുള്ള പ്രാർത്ഥനയും സ്നേഹവും അനുശോചനവും അറിയിക്കുന്നു. നിങ്ങളുടെ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഈ പ്രിയപ്പെട്ട മകൻ നല്ല പ്രായത്തിൽ ഓടി നടക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഓടി നടക്കുന്ന സമയത്ത് തന്നെ തമ്പുരാൻ അവന്റെ തോട്ടത്തിലേക്ക് ജോലിക്കാരനായി കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. തമ്പുരാന്റെ സന്നിധിയിലും കരങ്ങളിലും ഈ പ്രിയപ്പെട്ട മനു സുരക്ഷിതനാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകനെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് സമ്മാനമായിട്ട് ദൈവം നൽകിയ മകനെ ഇത്രയും കാലം സംരക്ഷിക്കുവാനും 23 വർഷം വളർത്തുവാനും പോറ്റുവാനും ഒക്കെ സാധിച്ചല്ലോ. അതിന് തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി ഒട്ടും വാട്ടം തട്ടാത്ത ഈ പുഷ്പത്തെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളുടെ വേദനയിൽ ആശ്വാസം നൽകട്ടെ. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഈ മനുവിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഈ വിവരം അറിഞ്ഞ സമയം മുതൽ വിഷമിക്കുന്ന ഒത്തിരിയേറെ ആളുകളും പ്രയാസപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു മീറ്റിങ്ങിലായിരുന്നു ആലക്കോട്. അവിടെ വെച്ച് അഭിനന്ദ പിതാവ് പത്രവാർത്ത കണ്ടുകൊണ്ട് എന്നെ വിളിച്ച് ചോദിക്കുകയും സംസ്കാര ശുശ്രൂഷ സമയത്ത് അഭിനന്ദ
ജോസഫ് പാമ്പളാനി പിതാവിന്റെ അനുശോചനം മാതാപിതാക്കളെയും മിത്രാദികളെയും കുടുംബാംഗങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുകൊണ്ട് അഭിനന്ദ പിതാവിന്റെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുകൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് തമ്പുരാന്റെ പദ്ധതിയുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരാം. നല്ലവനായ ദൈവം സ്വർഗം നൽകി മനുവിനെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാവമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാവമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാപത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുഴലിക്കാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെയും നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ താനവഴി നവീകരിക്കണമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെയും നിന്റെ തിരുനാമത്തിന് സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മത്തിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജി. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വെറുത്തു വരം പാകെ
നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദര വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസ്സലോനിക്കർ എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായ മനുഷ്യർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും കൂടെ കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി എന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമായി നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്തം ചീന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി ദിവസത്തിന്റെ മഹത്വത്തിന്റെ പ്രഭയാലി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കാൻ വേണ്ടി ആസന്ന വർണ്ണത്തിൽ സ്വയം കണ്ട നേർച്ചി മിശിഹായി കരയുന്നവരെ കണ്ണീർ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനായ മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളികത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ളവനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ എത്തിക്കുവാൻ അതിൽ നിന്ന് നാം വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കുന്നു. പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കാൻ നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയ മാതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആകാശത്തിന്റെ ഭൂമിയിലെ സുദ്രനാ ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശനിയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാങ്ങി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാങ്ങി, കൂടെ
പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നേറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം അന്തിപൂജാവിടെ അർപ്പിക്കുക. ബാക്കിയുള്ളവർ ദയവായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡിൽ ഇവിടെയുള്ള ദയവായിട്ടൊന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി. മരിച്ചുപോയ ആളെ ജീവിക്കുന്നവരുടെ യാത്ര പറയുന്നതായും അവരുടെ പ്രാർത്ഥന സഹായിക്കുന്നതായും സങ്കല്പിക്കുന്നു. എന്റെ സഹോദരൻ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം. അടുത്തല്ലാത്തൊരു പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കാൻ ചെയ്തതിനെല്ലാം വിശുദ്ധനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ മക്കളെത്തട്ടെ, പരിപാവനമാ ദൈവിക ഭവനം നേരം സ്നേഹാഗ്രതയാൽ എൻ പ്രിയജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. പോയി മറയുന്നേ ക്ഷണഭംഗുരമാ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
ആയില്ലേ മഴ പെയ്യുമെന്ന് തോന്നുന്നല്ലേ? പള്ളിയിലെത്തുന്നേരം ഇങ്ങനെ പെയ്യാണ്ടിരുന്നത്.
പോയിരിക്കാവുന്നതാണ് ഈ സമയമാണ്. ജോബി അച്ഛൻ ഇപ്പോൾ
ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന്
പദ്ധതിയിൽ ഞാൻ പറയും മനുവിന്റെ മരണവും നന്മയാണ്. അത് വായിച്ചെടുക്കുവാൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല. ദൈവിക ഭക്തിയും മനസ്സാക്കുന്നവർ മാത്രം മനുഷ്യന്റെ ശക്തിയും ആസക്തരും വളർന്നില്ലായ്മയുള്ള ഒരു കാര്യം ആശ്വസിക്കാൻ ദൈവമാണ് മനുവിനെ കൂടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളത്. ഒരിക്കലും ഭൂമിയിൽ ജനിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മരണങ്ങളുടെ കവാടത്തിലൂടെ കടന്നുപോയേ സാധ്യമാകും. മനുഷ്യരായ നമ്മൾ ചില കണക്കൂട്ടുകളൊക്കെ പുറപ്പെടുത്തിയിട്ടുണ്ട്. 60 വർഷം, 70 വർഷം, 80 വർഷം, 90 വർഷം, 100 വർഷം ഒക്കെ. പക്ഷെ ദൈവം ഓരോ മനുഷ്യൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ആയുസ് അവരുടെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാവുന്ന ഓർമ്മ കൂടി കുറിച്ചു വെച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വിടുന്നത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ മരണമായി കഴിയുമ്പോൾ നമ്മുടെ സ്പിരിറ്റിലേക്ക് അവരെയും നമ്മൾ അവനെ ആഗ്രഹങ്ങൾ തിരികെ പോലും. പക്ഷേ നമ്മളാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചുപോയി, ഒരിക്കലും ഞാൻ മരിച്ചുപോയതല്ല, മറിച്ച് ഈ മനസ്സിനെ നമുക്ക് തന്ന സ്നേഹനിധിയായ ദൈവം, നീതിമാനായ ദൈവം, നന്മയായ ദൈവം നമ്മളിന്റെ സൈന്യത്തെ കുട്ടിയിൽ ഓർമ്മയിൽ ഈ സർവ്വ നന്മകളും കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് സ്വപ്നങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ മനുവിന്റെ സ്വപ്നങ്ങൾ വാങ്ങിയായെങ്കിലും ദൈവത്തിന്റെ സ്വപ്നങ്ങൾ മുകളിലാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനുവിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഞാൻ പറയുമ്പോൾ പ്രിയപ്പെട്ട മനുവിന്റെ ഉപായങ്ങളെയും കാണാതില്ല. ഈ ലോകത്തിൽ നമ്മൾ ആരും അനുഭവിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എത്രയോ വലിയ വേദനയാണ് ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഒരു മകനെ കിട്ടി കേവലം 22 വർഷം മാത്രമാണ് ഒന്നിച്ച് ലാളിച്ച് പത്രം കൊടുത്ത് സ്നേഹിച്ച് പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഈ അവരുടെ അമ്മയെ അനുഭവിക്കുന്ന വേദനമാണ് വലുതാണ്. പക്ഷേ പ്രിയപ്പെട്ട ഒരു വ്യക്തികളിലേക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. 23 വർഷം നിങ്ങൾക്ക് ഒരുപോലെ വളർത്താൻ, സ്നേഹിക്കാൻ, കാണുവാൻ, തൊടുവാൻ, കാണുവാൻ, ഭക്ഷണം കൊടുക്കുവാൻ, ഭക്ഷണം കൊടുക്കുവാൻ, ഒപ്പുവാൻ പറയാനൊക്കെ ദൈവം ഈ സുന്ദരമായ പുഷ്പത്തെ നിങ്ങൾക്ക് നൽകി, ഈ വിശുദ്ധനായ മകനെ നിങ്ങൾക്ക് നൽകി എന്ന് നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാം. ദൈവത്തിന് നന്ദി പറയും. 23 വർഷം നിങ്ങളുടെ കൈകളിലേക്ക് വെച്ചു തന്ന ഈ വലിയ സമ്മാനത്തെ നിങ്ങൾ നന്നായിട്ട് ശുശ്രൂഷിച്ചു, നന്നായിട്ട് നോക്കി, നന്നായിട്ട് പഠിപ്പിച്ച് നിങ്ങളുടെ ഭാവം കൊടുത്ത് അവരുടെ തൊഴിൽ നടത്തി, അതെല്ലാം അവരുടെ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. പുറത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. ഇതെല്ലാം നിർദ്ദേശങ്ങളായിരുന്നു. ദൈവത്തിന്റെ സ്വപ്നം ഇതിന്റെ നന്മകളൊക്കെ മുകളിലാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ഈ ഭൂമിയുടെ ദുരിതവും പ്രയാസവും പ്രതിസന്ധിയും വേദനയും രോഗവും ഇതൊക്കെ അപ്പുറത്തേക്ക് സ്വർഗത്തിന്റെ സകല നന്മകളും നിത്യജീവൻ ഈ മകൻ ദൈവം വെച്ചിരിക്കുകയാണ്. അവിടെ ഞാൻ പറഞ്ഞ മരിച്ചുപോയി മറിച്ച് സമാനമായി തന്ന ദൈവം ഈ മകനെ സ്വർഗത്തിന്റെ സമാനമായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ സമാനമായി ഈ മകനെ എനിക്ക് പറയാൻ സാധിക്കും. വളരെ കഴിവോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി ദൈവനാമത്തെ പദ്ധതി നന്മകൾ വാങ്ങിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ ഈ പ്രകടമായ നീക്കങ്ങളും ചിന്തകളും പ്രവർത്തന ശൈലിയിൽ നിന്ന് സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ടതാണ്. സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ട ഈ കുട്ടികൾക്ക് നേരത്തെ ഒട്ടും കേടുവെക്കാതെ ഒട്ടും മാറിപ്പോകാതെ സ്വർഗത്തിലെ ആവശ്യത്തിലേക്കായി എടുത്തിരിക്കുകയാണ്. നമുക്ക് സ്നേഹത്തോടെ വിട്ടുകൊടുക്കുകയാണ്. ഈശോയുടെ കരങ്ങളിലേക്കാണ്, ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് അതിനെ ഞാൻ വിട്ടുകൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്ന സകലർക്കും സമാശ്വസിക്കാനായിട്ട് സാധിക്കും, ആശ്വാസം നടത്താനായിട്ട് സാധിക്കും. ദൈവത്തിൽ പ്രതീക്ഷ ഉണ്ടാവും. ചെറുപ്പക്കാരായ അഗ്നിമാർഗങ്ങളോ വന്നിട്ടുണ്ട്. ദൈവയുടെ ഓരോ ചെറുപ്പക്കാരോടും പറയാനുള്ളത് ഈ മനസ്സിൽ നിങ്ങൾ യേശുവിന്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്കാണ് വെച്ചു കൊടുക്കുന്നതിലേക്ക് വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ജീവിക്കാനായിട്ട് സാധിക്കും. മനോഹരമായ വ്യക്തി ആയുസ്സത്തിൽ ചെയ്തു കൊടുക്കാവുന്ന നന്മകൾ ചെയ്തിട്ടാണ് കടന്നുപോയത്. നമ്മുടെ കടന്നുപോയത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുവാൻ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും
ഈശ്വരനോട് ചേർന്ന് ജീവിക്കുക. അങ്ങനെ ഈശ്വരന്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ട മകനെ, സുഹൃത്തിനെ, അനുജനെ, ജ്യേഷ്ഠനെ, ആങ്ങളെ ഒക്കെ നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ സമാശ്വാസത്തോടെ പോകാൻ സാധിക്കും. വലിയൊരു ആശ്വാസം മനസ്സിൽ കിട്ടുക ഏറ്റവും നല്ല ദുഃഖത്തെ സർക്കാരിന്റെ കരങ്ങളിൽ എത്തിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മഞ്ഞ നശിച്ചു പോയതല്ല, മഞ്ഞിനെ നമ്മൾ സ്വർഗത്തിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ വേർതിരിച്ചു പോകുന്നത്. ഈ ഒരു ആരോഗ്യത്തെ നമ്മൾ വലിയ പ്രതീക്ഷയും പ്രത്യാശയും കണ്ടുള്ളത് കത്തോലിക്ക വിശ്വാസമനുസരിച്ച്, ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് മരണം എന്ന് പറയുന്നത് അവസാനമല്ല, നിത്യജീവന്റെ തുടക്കമാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ കാലം ജീവിച്ചുവോ അത് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. ആ നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടിയുമായി മരണത്തിന്റെ കവാടത്തിലൂടെ കടന്നുപോയിരിക്കുന്നു. ശാന്തമായി ഈശ്വരനോട് വഴക്കുണ്ടാക്കാതെ, ഈശ്വരനോട് തിരഞ്ഞാതെ, ഈശ്വരനോട് ആദരിക്കാതെ അവരുടെ മന്ത്രികളുടെ മുമ്പിൽ ശിരസമച്ചുകൊണ്ട് ഈ ജീവിതമാണ് നമുക്ക് ഈശ്വരന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതാണ് നിങ്ങളോട് പറയുവാനുള്ളത്. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് മനുഷ്യരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകളുണ്ട്, നമ്മുടെ ഉപവാസമുണ്ട്, നമ്മുടെ പ്രതിജ്ഞാന പ്രവർത്തികളുണ്ട്, നമ്മുടെ ദാനധർമ്മങ്ങളുണ്ട്. മനുഷ്യരുടെ ഏതെങ്കിലും വിധത്തിലുള്ള പാവങ്ങൾ പ്രതിസന്ധി ബാധിക്കുകയിലേക്ക് നമ്മുടെ തീർച്ചയായിട്ടും ഈ പോലെ പരിഹാരത്തിൻ്റെതായ ജീവിതം, അതുപോലെ ദാനധർമ്മത്തിൻ്റെതായിട്ടുള്ളത്, അതുപോലെ ഉപവാസത്തെ പ്രാർത്ഥനയിലേക്ക് ശൈലികളുടെ ഈ മകനെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറയുവാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതിന്റെ തടലുകളിലൂടെ സ്വർഗമാക്കുന്നത് നമുക്കൊക്കെ സ്വർഗത്തിൽ മനസ്സ് വഹിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അപരാധം അറിയുവാൻ വേണ്ടി സ്വർഗത്തിൽ ഒരു പ്രിയപ്പെട്ടവരെ കൂടി ഈ അവധികളിൽ കിട്ടി, ഒരു പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ കിട്ടി, ഒരു പ്രിയപ്പെട്ടവരെ കൂടി നമ്മുടെ സൗഹൃദത്തിൽ നമുക്ക് കിട്ടി എന്ന് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ടവരായിട്ടില്ല, മറിച്ച് നമ്മുടെ ശിരസ് നമിക്കാനായിട്ട് സാധിക്കും. അവസാനമായി പ്രാർത്ഥിക്കുവാനും ഇതിനെ യാത്രയാക്കുവാനും വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടികളെല്ലാം തന്നെയാണ്. ആ ഒരു ചിന്തയോടുകൂടി ഈ പ്രാർത്ഥനാശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ല ദൈവം നിങ്ങളെ ആശംസിക്കും. യാതൊരു സംശയവുമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന നാനാജാതി മത്സരമായ മുഴുവൻ ആളുകളുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരിക്കും ഇവിടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പങ്കുചേരുന്നു. ഈ ഇടവകളുടെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും വൈദികരായ എല്ലാവരുടെയും പേരിലുള്ള തുടർന്നവരുടെ മുഴുവൻ പ്രാർത്ഥനകളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നല്ല ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നല്ല ദൈവം പറഞ്ഞത് നിത്യശാന്തി കൊടുത്ത് നിത്യ സൗഭാഗ്യത്തിന്റെ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ
സുവിശേഷത്തിൻ
പാവനിക്ക് പൊറുതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ അല്ലാത്ത ആരെങ്കിലും അന്ത്യോപചാരം അർപ്പിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. അവിടെ കുഴിമാടത്തിനടുത്തേക്കുന്ന അവർക്ക് അവരോട് പറയുക, ഇവിടെയാണ് അന്ത്യോപചാരം അർപ്പിക്കുന്നതെന്ന്. വരാനുണ്ടെങ്കിൽ പറഞ്ഞു വിടുക. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസമീർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശത്ത് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും
മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്ഥലത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അങ്ങത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കുടുംബാംഗങ്ങൾ പോരും കേട്ടോ. അപ്പനും അമ്മയും ഏറ്റവും അവസാനമാകട്ടെ. ബാക്കിയുള്ളവരാരോ ഉള്ളത്? മതിക്കും മതി. ഹലോ, ഒന്ന് മാറി നിന്ന് എല്ലാവരും. മെല്ലെ 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 തിരക്കാക്കല്ല. അതില്ല ഇവിടെ കുറച്ചും ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ കുറച്ച് ഇപ്പുറത്തേക്ക് വരട്ടെ. ഇല്ലടോ, ഇവിടുന്ന് അങ്ങോട്ടാ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ശരി അപ്പൊ കിടക്കാം. അത് പിടിച്ചേട്ടൻ വിടും. ഇരുമ്പ് കഴിയണം. നീ നോക്കണ്ട. ഇതാ
Ini